അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ കുക്കീസാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ആട്ട വെച്ച് 3 ഡിഫറെൻറ്റ് ഫ്ലേവറിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ കൂടുതലായിട്ടും കുട്ടികൾക്കുള്ള സ്പെഷ്യൽ റെസിപ്പീസാണ് കൊണ്ടുവരാൻ ശ്രമിക്കാറ്. കാരണം ഞാൻ എൻ്റെ മോനിക്ക് വേണ്ടിയാണ് കൂടുതൽ റെസിപ്പീസും ട്രൈ ചെയ്യുന്നത്. നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളെക്കാളും നല്ലത് നമ്മളെപ്പോഴും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഐസ്ക്രീം ആണേലും പുഡിംഗ് ആണേലും ബിസ്ക്കറ്റ്സ്, കുക്കീസ് ഇതൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മളെപ്പോഴും അത് തന്നെ ട്രൈ ചെയ്യുക, പുറത്തുനിന്ന് അധികം വാങ്ങിച്ച് കൊടുക്കാതിരിക്കുക. അപ്പോൾ ഇന്നും ഞാൻ കുട്ടികൾക്കുള്ള സ്പെഷ്യലാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. ആദ്യം ഒരു വലിയ ബൗൾ എടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് 1.25 കപ്പ് ആട്ട ചേർത്ത് കൊടുക്കാം. ശേഷം 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അത് നമുക്കിപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല, പിന്നീട് നമുക്ക് എടുക്കാം. ഇനി വേറൊരു വലിയ ബൗളെടുത്ത് അതിനകത്തോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. കുട്ടികൾക്കുള്ള സ്പെഷ്യൽ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും പഞ്ചസാര എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ അതിനകത്തോട്ട് 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കണം. അത് ഒത്തിരി ഫ്ലേവേർഡ് ആയിട്ടുള്ള ഓയിൽ എടുക്കാത്തതാണ് നല്ലത്. മസ്റ്റാർഡ് ഓയിൽ അങ്ങനത്തെ ഒന്നും എടുക്കരുത്. സൺഫ്ലവറോ പാം ഓയിലോ അത് ഏത് വേണേലും എടുക്കാം. പിന്നെ ഒരു മുട്ട കൂടെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു വിസ്കോ അല്ല ഹാൻഡ് ബ്ലെൻഡറോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യം നടക്കും. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ കുറച്ച് സമയം മെനക്കെടാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമുക്കത് മിക്സിയിലൊന്ന് അടിച്ചെടുത്താലും മതി, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗോതമ്പ് മാവിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇത് ഗോതമ്പ് മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആദ്യമേ കൈ വെച്ച് മിക്സ് ചെയ്താൽ നമ്മുടെ കയ്യിൽ വല്ലാണ്ട് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ സ്പൂൺ വെച്ച് ആദ്യം ഒന്ന് മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് കുഴക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഒരുപാട് കുഴച്ചാൽ വല്ലാണ്ട് സോഫ്റ്റായി പോവും. അപ്പോൾ നമ്മുടെ കുക്കീസും ഒരുപാട് സോഫ്റ്റായി പോവും. അപ്പോൾ ഒത്തിരി ഒന്നും കുഴക്കേണ്ട, എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ജോയിൻ ചെയ്യിപ്പിച്ചാൽ മതി. ഇപ്പോൾ ഇത് അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരുപാടങ്ങ് ഡ്രൈ ആയിപ്പോയാൽ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. 1 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇപ്പം നമ്മൾ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ 3 പോർഷനാക്കി മാറ്റുവാണ്, കാരണം ഞാൻ 3 ഫ്ലേവറിലാണ് ചെയ്യുന്നത്. ആദ്യത്തെ പോർഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ചോക്കോ ചിപ്സാണ് ചേർക്കുന്നത്. അത് എത്രയാണോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് ഉരുളയാക്കി എടുത്താൽ മതി, ഒരുപാട് കുഴക്കരുത്. ഇനി ഈ ഒരു ഉരുള വെച്ച് ഞാൻ 3 കുക്കീസാണ് ഉണ്ടാക്കുന്നത്. കുക്കീസിൻ്റെ വണ്ണമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. കുക്കീസ് നമ്മൾ പരത്തുമ്പോൾ ഒരുപാട് തിന്നാവുകയാണെങ്കിൽ ബിസ്ക്കറ്റ് പോലെ ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. കഴിക്കാൻ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. പിന്നെ കുക്കീസ് പോലെ വേണമെങ്കിൽ ഇച്ചിരി കൂടെ ഒന്ന് വണ്ണത്തിൽ ചെയ്യണം. അപ്പോൾ ഉൾഭാഗം നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഒറിജിനൽ കുക്കീസ് കിട്ടും. ഞാൻ കുറച്ചും കൂടെ തിന്നായിട്ടാണ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ സെക്കൻഡ് പോർഷൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നട്ട്സും റൈസിൻസുമാണ് ചേർക്കുന്നത്. കുട്ടികൾക്ക് ഏത് നട്ട്സാണോ ഇഷ്ടം അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബദാമും കാഷ്യൂവും പിന്നെ റൈസിൻസും മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ അതുപോലെ 2-3 കുക്കീസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് പ്രസ് ചെയ്താൽ മതി. അത് നമുക്കൊരു ബട്ടർ പേപ്പറിനകത്ത് ഇട്ട് വെക്കാം. ബട്ടർ പേപ്പറിൽ ഇടുവാണെങ്കിൽ ഒട്ടിപ്പിടിക്കത്തില്ല. ഇതിപ്പോൾ ലാസ്റ്റ് പോർഷനാണ്. ഇതിനകത്തോട്ട് ഞാൻ കൊക്കോ പൗഡറാണ് ആഡ് ചെയ്യുന്നത്. 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിൽ നിന്നും നമുക്ക് 2-3 കുക്കീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ ഓട്സൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് കുക്കീസ് ഉണ്ടാക്കാൻ പറ്റും. അതും നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഡിഫറെൻറ്റ് ഫ്ലേവറിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാ കുക്കീസും ഞാൻ റെഡിയാക്കി ബട്ടർ പേപ്പറിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ തുടങ്ങാം. ബേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു പഴയ പാത്രവും പിന്നെ പഴയ ഇഡ്ഡലി തട്ടൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പുതിയത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം.
ഉപ്പിട്ടതിന് ശേഷം എല്ലാവരുടെയും ഒന്ന് നന്നായിട്ട് നിരപ്പാക്കി കൊടുക്കണം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഓവൻ പോലെ ആവാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ഇതൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു ചെറിയൊരു പാത്രം കൂടെ ഇറക്കി വെക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ സ്റ്റാൻഡൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വെക്കാം. അപ്പോഴേക്ക് നമുക്കൊരു പഴയ ഇഡ്ഡലി തട്ടെടുത്ത് അതിനകത്തോട്ട് നമ്മുടെ കുക്കീസ് വെക്കണം. കുക്കീസ് വെക്കണതിന് മുമ്പ് കുറച്ച് ഓയിൽ നമുക്ക് തടവി കൊടുക്കണം, ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് വെച്ച് കൊടുക്കാം. ഇഡ്ഡലി തട്ടിൽ വെക്കുന്നില്ലെങ്കിലും ഒരു പ്ലേറ്റിനകത്ത് ബട്ടർ പേപ്പർ വെച്ച് അതിനകത്താണെങ്കിലും നമുക്ക് വെച്ചിട്ട് ഈ സെയിം പ്രോസസ്സിൽ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ വെക്കുമ്പോൾ അടുത്തടുത്ത് കുക്കീസ് വെക്കാൻ പാടില്ല. ഇനി ഇത് അടച്ച് വെച്ച് നമുക്കൊരു 10-20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. മേൽഭാഗം കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഇരുന്നാലും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. കാരണം തണുക്കുമ്പോഴാണ് ഇത് നന്നായിട്ട് ക്രിസ്പി ആവുന്നത്. അപ്പോൾ നന്നായിട്ട് തണുക്കാൻ വെക്കുക. ഇത് ഏകദേശം ഒരു 25 മിനിറ്റാണ് എൻ്റെത് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ തണുത്തതിന് ശേഷം എല്ലാം നന്നായിട്ട് ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുക്കീസാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇനി കുക്കീസ് കഴിക്കാൻ താല്പര്യമില്ലാത്തവർ ഇത് തന്നെ കുറച്ച് തിന്നായിട്ട് പരത്തിയതിന് ശേഷം ബിസ്ക്കറ്റായിട്ടും കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പിള്ളേർക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കണം. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന എല്ലാവരും നിർത്തിയിട്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എൻ്റെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്.